ആളുകൾക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയും ഒരു മിനിറ്റ് നമുക്ക് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ആരംഭിക്കും. മിമിക്രി ചലച്ചിത്ര രംഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിവിധ കലാ സാംസ്കാരിക സംഘടനകളും ഒത്തുചേർന്ന് സിദ്ദിഖ് ചിരിയുടെ രസതന്ത്രം എന്ന പേരിൽ അംഗപ്രവർത്തകരും എറണാകുളം പ്രസ് ക്ലബിന്റെ മുൻ സെക്രട്ടറി ശ്രീ PM മെഹബൂബ് രചിച്ച സിദ്ദിഖിന്റെ ജീവചരിത്ര ഗ്രന്ഥം സിദ്ദിഖ് ചിരിയുടെ രസതന്ത്രം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഡോക്ടർ M ജഹാംഗീറിൽ നിന്നും ഡോക്ടർ MK സാനുവിനെ സാക്ഷി നിർത്തി ശ്രീ ഹൈബീരൻ MP ഏറ്റുവാങ്ങുന്നു. സിദ്ദിഖ് ചിരിയുടെ രസതന്ത്രം. പുസ്തകം സിദ്ദിഖ് ചിരിയുടെ രസതന്ത്രം ശ്രീ PM മെഹബൂബ് രചിച്ച സിദ്ദിഖ് ചിരിയുടെ രസതന്ത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളും സിദ്ദിഖ് ചിരിയുടെ രസതന്ത്രവുമായി ഇരുപത്തഞ്ചോ 50 വർഷം കഴിഞ്ഞ് പുതിയ തലമുറ സിദ്ദിഖിനെ പറ്റി അദ്ദേഹം കേട്ടിട്ടില്ലാത്ത തലമുറ അത് വായിക്കുകയും അദ്ദേഹം അതിന്റെ പുസ്തക പരിചയത്തിലേക്ക് ദീർഘമായി കടക്കുന്നില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ വളരെ ചുരുക്കി ഏതാനും വാക്കുകൾ ഞാൻ നോക്കുകയാണ്. പുസ്തകം ഇവിടെ ലഭ്യമാണ്. കൂടുതൽ പരിചയപ്പെടാനുള്ള പുസ്തകം വാങ്ങി വായിക്കാനാണ് എൻ്റെ ഉപദേശം. ഒരു കാര്യം പറയാൻ വിഷമം തോന്നുകയാണ്. സിദ്ദിഖിന്റെ സ്മരണകൾ ഒരുപാട് ചിരിപ്പിച്ച ചിരിയുടെ ഓർമ്മകളാണ്. അതൊന്നും എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഒരുപാട് ചിരിപ്പിച്ചപ്പെട്ട സിദ്ദിഖ് 10 വർഷത്തോളം ജോലി ചെയ്ത ശ്രീ ലോക്നാഥ് ബെഹ്റ IPS അവരുടെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അവാർഡ് ജേതാവിന്റെ മറുപടി പ്രഭാഷണത്തിനായി പ്രൊഫസർ ശ്രീ MK സാറിന് ഓർമ്മ ചെയ്യുന്നു. മെഹബൂബ് എനിക്ക് തന്ന ഈ ആദ്യത്തെ ബുക്ക് തന്ന സാൻസാറിൻ്റെയും വായിക്കാൻ കിട്ടിയ അനുഗ്രഹത്തിന് വളരെ നന്ദി പറയുന്നു. അതേപ്പെട്ടില്ല. അപ്പൊ ഇവരെന്തെങ്കിലും പറഞ്ഞു നന്ദിക്കണം വിഷമിക്കണ്ട, ആ മോഡൽ ഇരിക്കട്ടെ. പക്ഷെ അന്ന് അറിയപ്പെടുന്ന ഒരു നടിയുടെ തല വെച്ചാണ് എന്നെ വിളിക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കി പിടിക്കും. 2 ചെറുപ്പക്കാരൻ പറഞ്ഞു ഇവരറിയോ ഒന്നറിയുമല്ലോ എന്നിട്ട് എവിടെ ഓട്ടമല്ലോ. നമ്മൾ പലരും കടന്നു പോകുമ്പോൾ അവരെ കുറിച്ച് നല്ലതേ പറയൂ, നല്ലത് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കും, മോശമാണെങ്കിൽ. എൻ്റെ അനുഭവത്തിൽ സിദ്ദീഖിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒന്നില്ല. ഞാൻ രാജേന്ദ്ര മൈതാനത്ത് കോളേജ് കാലത്ത് സാറില്ല കേട്ടോ, ഒരു ചെറിയ ചുമല്ലേ, അത് ശരിയാവും. അപ്പോൾ നല്ല ഡോക്ടർമാരില്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിദേശത്തേക്ക് പോയി. തിരിച്ചു വന്ന സമയത്ത് എന്നെ വളരുന്നു എന്നാണ് അവർക്ക് നാടകം തന്നെ വെളിപ്പെട്ടിട്ടാണ് ശ്രീ റഹ്മാൻ സൂചിപ്പിച്ച ഈ സിനിമാ ഫീൽഡിലെ ആൾക്കാരെല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്ന് കുറെ പൈസയ്ക്ക് വെച്ച് ചെയ്യുന്നത്. അദ്ദേഹം സീറോ എന്നാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ അദ്ദേഹത്തിന് മാത്രം പോരാ, ഇത് ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഡിജിറ്റൽ പുസ്തകമായിട്ട് രൂപം കൽപ്പിക്കണം എന്നാണ് ഞാൻ ഭൂമികൾക്ക് മുമ്പ് പറയുന്നത്.
ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾക്ക് ഇപ്പോഴുള്ള കുട്ടികൾക്ക് വായിക്കണമെങ്കിൽ ഈ ഡിജിറ്റൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് വായിച്ചാലുള്ളൂ കൂടുതൽ അദ്ദേഹത്തിനെ പറ്റിയുള്ള വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി മറ്റുള്ളവർ പഠിക്കുകയും അത് ആ കഴിവ് ഉപയോഗിച്ചിട്ട് അവരും നന്നായി വരികയുള്ളൂ. ചടങ്ങിൽ ഔപചാരികമായ നന്ദി പ്രകാശനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നന്ദി പ്രകാശനത്തിൽ കടക്കുന്നതിന് മുമ്പ് 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെ വാങ്ങിയ സാധാരണ പന്തുകളിയുടെ മൈതാനത്താണ് എന്റെ ഒരു വിഹാരരംഗം എന്ന് പറയുന്ന പന്തുകളിയുടെ ഗ്രൗണ്ടാണ്. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഞാൻ ഷൈജു ദാമോദരൻ, ഫുട്ബോൾ കമന്റേറ്ററാണ്. കഴിഞ്ഞ 10-15 വർഷമായി